BMA ടോട്ടലി ഹെൽത്ത് കെയർ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാനുള്ള കാര്യം എന്താണ്? കാരണം എന്ന് വെച്ചാൽ ഞാൻ വളരെ കാലമായിട്ട് ഇവിടെ ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഡോക്ടർ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഒരുപാട് കാരണം ആ ഗവൺമെൻറ് സർവീസിലുള്ള മിക്ക കാലയളവും കുമ്പളയിൽ തന്നെ ഞാൻ ചിലവഴിച്ചു. അപ്പോൾ ഇവിടെ ഫാമിലി ഫിസിഷ്യൻ്റെ ഒരു അഭാവം കണ്ട് അങ്ങനെ ഒരു നല്ലൊരു സെറ്റപ്പിൽ കൊണ്ടെത്തിക്കാനുള്ളൊരു ശ്രമമായിരുന്നു. വളരെ സന്തോഷം തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അന്യം നിന്ന് പോയ ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് അതാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം മുമ്പ് കാലങ്ങളിൽ നമ്മൾ കുടുംബ ഡോക്ടർ എന്ന് പറഞ്ഞൊരിതുണ്ടായിരുന്നു. ഒരു കുടുംബത്തിൽ ഏതൊക്കെ അസുഖങ്ങളുണ്ട്, ആർക്കൊക്കെ എന്താണ് അസുഖങ്ങൾ, ഇങ്ങനെ ഡയബറ്റിക് ആണോ, ഒരു പ്രഷറാണോ, ഇതെല്ലാം പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഫാമിലി ഡോക്ടറായിരുന്നു. കാരണം ആ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ സർജനെ കാണണോ അല്ലെങ്കിൽ മറ്റു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണാനായിട്ട് കുടുംബ ഡോക്ടറെ റെഫർ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവന്നു ഡോക്ടർ BMA ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞത് ടോട്ടലി ഫാമിലി ഫിസിഷ്യൻ. ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ ആ ഫാമിലിക്ക് എന്താണ് അവരുടെ അസുഖം, ഏത് ഡോക്ടറെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് ശരിയായ ഒരു ഡയറക്ഷൻ കൊടുക്കാനായിട്ട് BMAക്ക് കഴിയുന്നു. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഡോക്ടർ കൊണ്ടുവരാനുള്ള സാഹചര്യം എന്തായിരുന്നു? സാഹചര്യം ആ കൺസെപ്റ്റ് മറ്റുള്ള നമ്മളിപ്പോൾ ഒരു പബ്ലിക് ഹെൽത്തായിട്ടുള്ള പ്രൊജക്റ്റ് അതൊക്കെ ഗവൺമെൻറ്റിലുണ്ട്. പബ്ലിക് ഹെൽത്തായിട്ട് ഇപ്പോൾ ഒരു കൊള്ള വന്നാലോ ഒരു മലേറിയ വന്നാലോ അത് കണ്ടുപിടിക്കാൻ, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അതിനുള്ള എല്ലാ സാഹചര്യവും അവിടെയുണ്ട്. ഞാൻ കുറേ കാലമായിട്ട് അവിടെ വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട്. പക്ഷേ ഈ ഇപ്പോഴത്തെ പുതിയ രോഗങ്ങളുണ്ട്, ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റീസ്, അതൊന്നും പുതിയ രോഗങ്ങളല്ല, മോഡേൺ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയും. അതെ, മോഡേൺ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. കാരണം മനുഷ്യൻ തന്നെ അത് ഉണ്ടാക്കിയതാണ്. അവരുടെ ഹെൽത്തിനെ കുറിച്ച് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടും കെയർലെസ് ആയതുകൊണ്ടും ഉണ്ടാവുന്നതാണ് മോഡേൺ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അപ്പോൾ അതിന് ഒരു ശരിയായ ഒരു മാർഗരേഖ നൽകാനുള്ള ഒരു സംവിധാനവും ഗവൺമെൻറ് സർവീസിലില്ല. പ്രൈവറ്റിലാണെങ്കിൽ പലരും പ്രാക്ടീസ് ചെയ്യുന്നു, രോഗി വരുന്നു, രോഗത്തെ ചികിത്സിക്കുന്നു. പക്ഷേ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കാണുന്നില്ല, എവിടെയും കാണുന്നില്ല. അതായിരുന്നു അതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. അതായിരുന്നു, അത് വളരെ സക്സസ്ഫുള്ളായി. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പേഷ്യൻസിൻ്റെ തിരക്ക്, ഒരു പേഷ്യൻ്റ് ആൻഡ് ഡോക്ടർ എന്ന് പറയുന്നത് ഒരു റിലേഷനാണ്. അത് നല്ല റിലേഷനാണ്. ആ ഡോക്ടറുടെ ആ റിലേഷനിലാണ് ഈ ഹോസ്പിറ്റൽ മൂവ് ചെയ്യുന്നത്. എത്രത്തോളമാണ് പേഷ്യൻ്റ് ആൻഡ് ഡോക്ടർ റിലേഷൻ ഡെവലപ്പ് ചെയ്യാൻ? വളരെ കൂടുതലാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം വളരെ നല്ല റിലേഷൻഷിപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവർ എല്ലാ പ്രോബ്ലവും അവർ പറയുന്നുണ്ട്. ആ റിലേഷൻഷിപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അത് BMAയുടെ അതർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ OPയിലേക്ക് വരുന്ന ഒരു പേഷ്യൻറ്റ്, ഒരു ഡോക്ടർ അത് ഇപ്പോൾ ഓർത്തോപെഡിക്സ് ആയിക്കോട്ടെ, ഡെർമറ്റോളജി ആയിക്കോട്ടെ, മറ്റു പീഡിയാട്രിക്സ് ഫുൾ ടൈം ഇവിടെ ഉണ്ട്. പിന്നെ നല്ല പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ്. അത് ഡോക്ടർ അങ്ങനെ അത് ഓരോ ദിവസവും മംഗലാപുരത്തുനിന്ന് ഡോക്ടേഴ്സ് ഇവിടെ വരാറുണ്ട്. അതെ, കാരണം ഇതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതായിരുന്നു, സ്പെഷ്യാലിറ്റി സർവീസ് നമ്മളെ റൂറൽ ആൾക്കാർക്ക് ലഭിക്കുവാനുള്ളവർ. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉള്ള ആൾക്കാർ മംഗലാപുരത്താണ് മംഗലാപുരത്തായിരുന്നു വരുന്നത്. കാരണം അവിടെ പോയി ക്യൂ നിൽക്കുക, അവിടെ പോകുമ്പോഴത്തേക്കും ഡോക്ടർ വിസിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെ ഡോക്ടർ ഉണ്ടാവില്ല. പിന്നെ അവർ തിരിച്ചു വരിക, പിന്നെ ചിലപ്പോൾ അവർക്ക് അന്ന് അപ്പോയിൻമെന്റ് കിട്ടില്ല. അങ്ങനെ പല പ്രോബ്ലങ്ങളും ഉണ്ടാവും. കാരണം വണ്ടിയിൽ പോവുക, യാത്ര, ഇതൊക്കെ മാറ്റാനായിട്ട് ഇങ്ങനെ സാധിച്ചു. അതേസമയത്ത് നമ്മൾക്ക് ഈ ചില സൂക്കേടുകൾ നമ്മൾക്ക് അങ്ങോട്ട് റെഫർ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞു വന്നാൽ ഇവരെ ഉടനെ അവർ അറ്റൻഡ് ചെയ്യും. ആ ഡോക്ടേഴ്സ് ഉടനെ അറ്റൻഡ് ചെയ്യും. എമർജൻസി കേസ് ആണെങ്കിൽ പേഷ്യന്റ് അങ്ങോട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞാനൊന്ന് വിളിച്ചു പറയും, ഇന്ന ആൾ വരുന്നുണ്ട്, എവിടെ വരണം, അതൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാൽ അവർ അതിനെ പ്രയോറിറ്റി അനുസരിച്ച് പെട്ടെന്ന് കാണാൻ സാധിക്കും.
അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ കുമ്പള എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ടോട്ടലി ഹെൽത്ത് കെയർ ആണോ ഒന്ന് ടോട്ടൽ ഹെൽത്ത് കെയറാണ്. അതും ഞങ്ങൾ കുറച്ചും കൂടി പ്രിവെൻറ്റീവ് കെയറിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വളരെ സപ്പോർട്ടായിട്ട് മകൻ മുനാവറിൻ്റെ മാർക്കറ്റിംഗ്, കാരണം മുനാവറിൻ്റെ ഒരു ടെലിമെഡിസിൻ മുനാവർ ഇപ്പോൾ വിശദീകരിക്കുകയുണ്ടായി. കാരണം ടെലിമെഡിസിൻ എന്താണെന്നും അത് എങ്ങനെയാണ് അത് ഒരു ഇവിടെ ബാംഗ്ലൂരിലെ ഒരു ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നാരായണ ഹൃദയാലയമായിട്ട് ടൈപ്പുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ചും കൂടി വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണത്. നമ്മളിപ്പോൾ ഈ നാരായണ ഹൃദയാലയം ഇപ്പോൾ ഒരു ECG എടുത്ത് എനിക്കൊരു ഡൗട്ട് തോന്നി, ഉടനെ അവർ അതിൻ്റെ റിപ്പോർട്ട് തരും, ഓൺ ദ സ്പോട്ട് റിപ്പോർട്ട് തരും. അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ റേഡിയോളജി ഒരു എക്സ്റേ നോക്കുമ്പോൾ ഒരു ഡൗട്ട് വന്നാൽ ഒരു റേഡിയോളജിസ്റ്റുമായിട്ടുള്ള കോൺടാക്ട് ചെയ്യാനുള്ള ആ പരിശ്രമത്തിലാണ്. അപ്പോൾ ടോട്ടലി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അങ്ങോട്ട് പോവാതെ തന്നെ അവരുടെ രോഗങ്ങൾക്ക് ഇവിടെ ഇരുന്നോട്ട് പ്രിസ്ക്രൈബ് ചെയ്യാൻ കഴിയും. ഇവിടെ ഇരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു. പക്ഷെ അത്രയും ടൈം ലാഭിക്കുന്നു. ഒരു പേഷ്യന്റിന് യാത്ര ചെയ്യേണ്ടി വരുന്നില്ല. കാരണം അത്രയും നമുക്ക് ഒരു പേഷ്യന്റിന് പെട്ടെന്ന് തന്നെ മെഡിസിൻ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ന് ടോട്ടലി ഇന്നെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. ഇന്ന് ആൾക്കാർക്ക് പെട്ടെന്ന് രോഗം പിടിപെടുന്നു. കാരണം ഇപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച മോഡേൺ ലൈഫ് സ്റ്റൈലിൻ്റെ ഡിസീസാണ് ഇതൊക്കെ. അപ്പോൾ എത്രത്തോളമാണ് അത് നമുക്കത് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്? വളരെ കൂടുതലാണ്. അത് വളരെ കൂടുതലാണ്. കാരണം ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കാർഡിയാക് ഡിസീസ്, അതുപോലെ തന്നെ എൻവയൺമെൻറ്റ് പൊല്യൂഷൻ, അത് വലിയൊരു പ്രധാന പ്രോബ്ലമാണ്. ആ പൊല്യൂഷൻ കൊണ്ട് ഒരുപാട് ആസ്മ, അതുപോലെയുള്ള പിന്നെ ഡ്രഗ്സ് ഉപയോഗിച്ച്, ഡ്രഗ്സ് എന്ന് വെച്ചാൽ ഡ്രഗ്സ് അല്ല, ഈവൻ പാൻപറാഗ് അതൊക്കെ തിന്ന് ചിലപ്പോൾ ക്യാൻസറിനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ. ചിലതൊക്കെ ഞങ്ങളവിടെ ബോർഡിൽ ഒട്ടിച്ചിരിക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. രോഗിക്ക് അവിടെ ഡോക്ടറെ വെയിറ്റ് ചെയ്യുമ്പോഴും ഇതൊന്നും നോക്കി കാണാം.